ഹായ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും കുക്ക് ആൻഡ് പാക്കിലേക്ക് സ്വാഗതം. ഞാനൊരു സ്വീറ്റായിട്ടുള്ള സ്നാക്കാണ് തയ്യാറാക്കിയത്. അപ്പോൾ ഈ സ്നാക്ക് തയ്യാറാക്കാൻ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് തയ്യാറാക്കേണ്ടത് ഫില്ലിംഗ് ആണ്. അപ്പോൾ ഫില്ലിങ്ങിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അരമുറി തേങ്ങ ചിരകിയെടുത്തത്, ഏത്തക്കായ ഇതുപോലെ സ്ലൈസ് ആക്കി കട്ട് ചെയ്തത് ഒരെണ്ണം, ഒരെഗ്ഗ്, അര ടീസ്പൂൺ ഏലക്ക പൊടിച്ചത്, ഷുഗർ ആവശ്യത്തിന് ആഡ് ചെയ്യാം. അടുത്തതായിട്ട് നമുക്ക് ബാറ്ററാണ് തയ്യാറാക്കേണ്ടത്. അപ്പം അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 1.5 കപ്പ് ഗോതമ്പ് പൊടിയാണ്, 2 കപ്പ് പാല്, 3 ടീസ്പൂൺ മൈദപ്പൊടി, ഒരെഗ്ഗ്, ആവശ്യത്തിന്. അടുത്തതായി നമുക്ക് വേണ്ടത് കോൺഫ്ലെക്സ് ആണ്. കോൺഫ്ലെക്സ് ചെറുതായി ഒന്ന് അടിച്ചെടുത്തത്, അത് 2 കപ്പാണ് എടുത്തത്. ഈ ഒരു കോൺഫ്ലെക്സ് ആണ് ഞാൻ യൂസ് ചെയ്തത്. രണ്ട് എഗ്ഗും എടുത്തിട്ടുണ്ട്. അടുത്തതായി നമുക്ക് ഫില്ലിങ് തയ്യാറാക്കണം. അപ്പോൾ ഒരു പാൻ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് 2 ടീസ്പൂൺ വെജിറ്റബിൾ ഓയിലാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഏകദേശം നമ്മുടെ പാന് ചൂടായിട്ടുണ്ട്. ചൂടായ പാനിലേക്ക് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം.
ഇതിലേക്കും ഞാൻ വാടുന്നതിന് മുന്നേ തന്നെ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയ വെച്ചിട്ട് നിങ്ങൾക്ക് എന്തും ചെയ്യാം. ഇതിലേക്ക് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടീസ്പൂൺ. ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യാം. നന്നായി ഇളക്കി കൊടുക്കാം.
കൊടുക്കാം. ഇങ്ങനെ ഒരു ഭാഗം ഇങ്ങനെ മടക്കിയെടുത്തതിന് ശേഷം അടുത്ത ഭാഗം ഇതുപോലെ മടക്കുക. വീണ്ടും മടക്കിയെടുക്കാം. ഇതുപോലെ നന്നായി പ്രസ് ചെയ്യുക. ഇങ്ങനെ ഈ രൂപത്തിലായിരിക്കണം ഇത് മടക്കിയെടുക്കേണ്ടത്. അടുത്തതും ഇതുപോലെ മടക്കിയെടുക്കണം. ഫില്ലിങ്ങും നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. അടുത്തതായി നമുക്കിത് മുക്കി പൊരിക്കണം. അപ്പോൾ ഈ 2 എഗ്ഗ് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കണം. അതിലേക്ക് 1 ടീസ്പൂൺ അല്ലെങ്കിൽ 1/4 ടീസ്പൂൺ നിങ്ങളുടെ ഷുഗറിനനുസരിച്ച് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ബീറ്റ് ചെയ്യണം. ഇതുപോലെ നന്നായി ഇളക്കിയെടുത്ത് നമ്മുടെ കോൺഫ്ലെക്സിൽ മുക്കി എടുക്കണം. അപ്പോൾ അടുത്തതായി നമ്മൾ ഇതുപോലെ എഗ്ഗിൽ മുക്കിയതിന് ശേഷം ഈ പൗഡറിലേക്ക് ഇങ്ങനെ ഓരോ ഭാഗവും തിരിച്ചും മറിച്ചും ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. അടുത്തതും നമുക്ക് ഇതുപോലെ ചെയ്യാം. എഗ്ഗിൽ മുക്കി ഇതുപോലെ ഓരോ ഭാഗവും മുക്കിയെടുത്ത് പൗഡറിൽ ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ ഓരോ ഭാഗവും തിരിച്ചും മറിച്ചും ഇങ്ങനെ ചെയ്യാം. അടുത്തതും ഇതുപോലെ ചെയ്തെടുക്കാം. നമ്മളെല്ലാ റോളും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇനി പൊരിച്ചെടുക്കണം. അപ്പോൾ ഒരു പാൻ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ട് ആവശ്യമായിട്ടുള്ള എണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഓരോന്നും ഇതുപോലെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഓരോന്നും ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഏകദേശം ഒരു ഭാഗം മുരിഞ്ഞിട്ടുണ്ട്. നമുക്കൊരു സ്പൂൺ വെച്ചിട്ടത് മറിച്ചെടുക്കാം. ഓരോ ഭാഗവും മറിച്ചിട്ട് കൊടുക്കാം. ഇങ്ങനെ ഇതുപോലെ ഓരോന്നും ചെയ്യാം.
ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.